ഞാൻ ആദ്യം പാട്ട് പാടിക്കാഞ്ഞതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേറൊരു തരത്തിലുള്ള പ്രചരണം ഉണ്ടല്ലോ, പാട്ട് പാടാനല്ല പാർലമെന്റിൽ പോകുന്നത്. പാട്ട് പാടുക എന്നുള്ളത് മോശം കാര്യമൊന്നുമല്ല. പക്ഷേ രാവിലെ ഈ പരിപാടി കാണുന്ന പ്രേക്ഷകരെ രമ്യയുടെ പ്രസംഗം പോലെ തന്നെ ഈ വോട്ടർമാർ ഏറ്റെടുത്തതാണ് രമ്യയുടെ പാട്ടും എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു കലാപകലുഷിതമായ കാലത്തൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടാണ്. വേറെ കാര്യം ചോദിക്കട്ടെ, ഹിന്ദിയൊക്കെ പഠിച്ചു ശരിക്കും? ഹിന്ദി നമുക്ക് കേട്ടാൽ പിന്നെ ഇപ്പൊ നമ്മുടെ പിന്നെ നിങ്ങളിപ്പോ നടക്കുന്ന സമയത്ത് ഈ കുഴൽമന്ദത്തിന്റെ പോലും കടകളിലും തൊട്ടടുത്ത ബിൽഡിംഗ് വർക്കുകളിലും ഒക്കെ അവര് നമ്മുടെ ഭാഗമാണ്. പിന്നെ വേറൊരു കാര്യം പറയാം, നമ്മുടെ രാജ്യം ഒരു എല്ലാ ഭാഷകളും എല്ലാ വസ്ത്രരീതിയും എല്ലാ ഭക്ഷണ രീതിയും എല്ലാ വിശ്വാസങ്ങളും ഒക്കെ മുറുകെ പിടിക്കുവാൻ കഴിയുന്ന ഒരു ഭാരതത്തിനെയാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യയെയാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് കോൺഗ്രസ് നേടിയെടുത്തത്. ആ രാജ്യത്ത് ആർക്കും പരിചയമുള്ള ഭാഷയും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ഏത് മീഡിയയും ഉപയോഗിക്കുക. അപ്പൊ ഞാനിവിടെ വരുന്ന സമയത്ത് എൻ്റെ പാട്ടുകൾ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, അത് കേൾക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ, ഈ പുറത്തു നിന്ന് പറയുന്നവരുടെ ഒരു എന്താ പറയാ കളിയാക്കലോ അതിനൊന്നും നമ്മുടെ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇല്ല, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ഒക്കെ മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത് അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ എന്താ പറയാ മീറ്റിങ്ങുകൾ കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ ചില സ്റ്റേറ്റിൽ വെച്ചാണ് നടക്കുന്നതെങ്കിൽ ആ സ്റ്റേറ്റിന്റെ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സ്റ്റേറ്റിൽ നിന്ന് ചിലപ്പോൾ പ്രതിനിധീകരിക്കുന്നവർ ചോദിക്കും, പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 100% അരുൺജിക്ക് നാടൻ പാട്ടാണോ ഇഷ്ടം, പഴയ കാലത്തിലുള്ള നാടക ഗാനങ്ങളാണോ, പ്രതിപക്ഷം ഒരു കാലത്ത് പാർട്ടി വളർത്താൻ ഉപയോഗിച്ച പഴയ നാടക ഗാനങ്ങളോടാണോ താല്പര്യം, അതല്ല മണിച്ചേട്ടനെ പോലെയുള്ള ഇഷ്ടം ഏതാണെന്ന് ചോദിക്കണമല്ലോ. എന്റെ മണ്ഡലത്തില് നമ്മൾ ചെല്ലുന്ന സമയത്ത് ചില ആളുകൾ പറയും പക്ഷെ നാടക ഗാനങ്ങൾ വരാം, കാരണം ഇവിടെയൊക്കെ ഒത്തിരി നാടക ഗാനങ്ങളെ കൊണ്ട് ഇടതുപക്ഷത്തെ ശക്തി പ്രാപിപ്പിച്ച ഒരു നാടക ഗാനം കേൾക്കാം. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്, ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കര തുണ്ടാണ് കണ്ടതയ്യാ, എന്തിന് നോക്കണ് ചന്ദിരാനി ഞങ്ങളെ, അയ്യോ ചന്ദിരാനി ഞങ്ങളെ. ഇത് നാടകഗാനം അരുൺജിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയുള്ള ചേട്ടന് നാടൻ പാട്ട് എൻ്റെത് കേട്ടതായിരിക്കും, ചേട്ടന് നാടൻ പാട്ട് ഇഷ്ടമാണ്. അപ്പൊ മണിച്ചേട്ടന്റെ ഒരു നാടൻ പാട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ പലപ്പോഴും വഴിനീള പ്രചരണത്തിന് പോകുമ്പോഴും എൻ്റെ അടുത്ത് വീണ്ടും പാടാൻ ആവശ്യപ്പെട്ടൊരു പാട്ടുണ്ട്. അരുൺ ചേട്ടൻ ഞാൻ ആ പാട്ട് പറയൂന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അതിന്റെ തൊട്ടടുത്ത വരികളിൽ നിന്നും തുടങ്ങാം. അതിന്റെ തുടക്കം ഏതാന്ന് ചേട്ടൻ പറയാം. റെഡിയാണല്ലോ അല്ലേ? ചേട്ടൻ പറയുന്ന ഉറപ്പാണ്? ഇതുവരെ ചോദിച്ച് എല്ലാവരും ചോദിച്ച് മുൾമുനയിൽ നിർത്തുന്ന താങ്കളോട് ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കും. ചോദ്യം റെഡിയല്ലേ? റെഡിയാണ്. പൊന്നു വീളായുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പൊന്നു വീളായുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ, മിന്നാമീനു അല്ലേ മിന്നാമിനുങ്ങേ മിന്നുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, മിന്നാമിനുങ്ങേ. ഈ ഉത്തരം പറഞ്ഞതുകൊണ്ട് ഇനി ഈ യാത്ര അശ്വമേധം യാത്ര റിപ്പോർട്ടറിന്റെ അടുത്ത മണ്ഡലത്തിലേക്ക് പോകാൻ താങ്കൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ആലത്തൂരിൽ നിന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു രമ്യ, താങ്ക് യു. അപ്പൊ മനസ്സ് നിറഞ്ഞു, നല്ല പാട്ട് കേട്ടു, നല്ല ചായ കുടിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കുറെ കാര്യങ്ങൾ രമ്യോട് ചോദിക്കണം നേരിട്ട് തന്നെ ചോദിച്ചു. ഈ ഫണ്ടിന്റെ കാര്യമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ കറങ്ങുന്നുണ്ടല്ലോ, ക്ലാരിറ്റി വന്നു. ചോദിച്ചിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അതിലും ക്ലാരിറ്റി വന്നു. അപ്പോൾ ഉഷാറാവട്ടെ, ഈ ചൂടിനെയൊക്കെ മറികടന്നുള്ള പ്രചരണമാവട്ടെ.
അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. നമുക്ക് വീണ്ടും കാണാം.